നാം ഏറെ ദൂരം സഞ്ചരിച്ചു. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവസാനം ഏറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നാം എത്തിച്ചെന്ന് നിന്ന ആ വഴി അവിടെ വെച്ച് രണ്ടായി പിരിയുന്നു. ഒന്ന് ഇടതു ഭാഗത്തേക്ക്, മറ്റൊന്ന് വലതു ഭാഗത്തേക്ക്. നമ്മളെല്ലാവരും നമ്മുടെ വാഹനത്തിലിരുന്ന് സ്വാഭാവികമായി നേരെ പോകുന്ന ഒരു വഴി രണ്ടായിട്ട് പിരിയുമ്പോൾ ഈ രണ്ട് വഴിയും പോകുന്നത് എവിടേക്കാണ്, ഇത് എവിടെയാണ് ചെന്നെത്തുക എന്നൊരു ആരോ മാർക്കിട്ട് സാധാരണയായി നമ്മുടെയൊക്കെ നാടുകളിൽ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ സ്റ്റാച്യുവിൽ പോയാൽ, അല്ലെങ്കിൽ PMG ജംഗ്ഷനിൽ പോയാൽ വലത്തോട്ട് പോയാൽ മ്യൂസിയം, ഇടത്തോട്ട് പോയാൽ പട്ടം വഴി പോകും. ഇങ്ങനെ ഒരു ആരോ മാർക്ക് എഴുതി രണ്ട് സ്ഥലത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ടാവും. സ്വാഭാവികമായി നമ്മൾ എത്തിച്ചേർന്ന ഈ നാൽക്കവല ഇടത്തോട്ടും വലത്തോട്ടും വഴി പിരിയുമ്പോൾ നാം അവിടെ ചെന്ന് നമുക്ക് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നറിയാൻ ആ ആരോ മാർക്ക് നാം ഒന്ന് നോക്കിയപ്പോൾ ഇടത്തോട്ടും ഒരു വഴി പോകുന്നു, വലത്തോട്ടും ഒരു വഴി പോകുന്നു. അതിന്റെ ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഇതിലെ പോയാൽ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേര് ഇതാണ്. പക്ഷെ ആ പേരൊക്കെ ഞാൻ അവസാനം പറയാം. വലത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഇതിലെ സഞ്ചരിച്ചാൽ ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേര് ഇതാണ്. പക്ഷെ അസാധാരണമാം വിധം നാം എത്തിച്ചേർന്ന സ്ഥലത്ത് ആ ആരോ മാർക്കിന്റെ താഴെ ഈ കടന്നു പോകുന്ന സഞ്ചരിക്കേണ്ട വഴിയുടെ ചില പ്രത്യേകതകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ആളുകൾ നാം എല്ലാവരും വായിച്ചു നോക്കിയപ്പോൾ ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇടതേ ഭാഗത്തുള്ള ആരോ മാർക്കിന്റെ താഴെ ഇതിലെ പോയാൽ ഈ വഴി വളരെ സുന്ദരമായ പാതയാണ്. കുണ്ടുകളില്ല, കുഴികളില്ല, യാതൊരുവിധ ദുർഘടമായ പ്രശ്നങ്ങളൊന്നുമില്ല. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ വാഹനത്തിൽ ചാരിക്കടന്ന് മനസ്സും ശരീരവും ആഗ്രഹിക്കുന്നതെല്ലാം കുടിച്ചും തിന്നും മതിച്ചും രസിച്ചും അതിലൂടെ സഞ്ചരിക്കാം. ഈ വഴിയിലൂടെ പോയാൽ ഏറ്റവും സുന്ദരമായ പാത, കുണ്ടുകളില്ല, കുഴിവുകളില്ല. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. വളരെ സുന്ദരവും സുരഭിലവുമായി ആരും ചോദ്യം ചെയ്യാനില്ല, ഒന്നും ബാധകമല്ല. ഈ വഴിയിലൂടെ പോയാൽ നിയമപാലകരില്ല, നിയമങ്ങൾ ബാധകമല്ല. നാം ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം തുള്ളിക്കളിച്ച് നമുക്ക് ആ പാതയിലൂടെ സഞ്ചരിക്കാം. പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര സന്തോഷത്തോടെ ആഗ്രഹത്തോടെ എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച് ഇതിലൂടെ പോകാൻ കഴിയുമെങ്കിലും ഈ പാത ചെന്നെത്തുന്ന സ്ഥലം ഒരു അഗാധമായ കുഴിയിലേക്കാണ് ഈ പാത ചെന്നെത്തുക. എങ്ങാനും അതിലെങ്ങാനും പോയി വീണു പോയാൽ നാഗങ്ങളും വിഷം ചീറ്റുന്ന നാഗങ്ങളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും ഹിംസ്ര ജന്തുക്കളും വിഹരിക്കുന്ന ഒരു വലിയ അഗാധമായ പടുകുഴിയിലേക്കാണ് ഈ പാത ചെന്നെത്തുന്നത്. അറിയാതെ എങ്ങാനും വീണുപോയാൽ പിന്നീട് അവിടെ നിന്ന് തിരിച്ച് എഴുന്നേറ്റ് വരൽ സാധ്യമല്ല. എങ്ങാനും വീണുപോയാൽ പിന്നീട് എഴുന്നേറ്റതിൽ നിന്ന് തിരിച്ചു വരൽ സുസാധ്യമല്ല. നാം ആ ബോർഡ് വായിച്ചു. ആ യാത്രയിൽ ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്, എല്ലാ ആളുകളുമുണ്ട്. സുധീർ ഭായി ഉണ്ട്, സൈബുദ്ദീൻ ആചേണ്ടി ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഉണ്ട്, സർവ്വ ആളുകളുണ്ട്. നമ്മളെല്ലാവരും, ഞാനും അക്കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മുടെ യാത്ര സഫലമാക്കട്ടെ. അള്ളാഹു നമ്മുടെ യാത്ര സഫലമാക്കട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ ടിക്കറ്റ് എടുത്താൽ അതിന്റെ താഴെ കാണും വിഷ് യു എ ഹാപ്പി ജേർണി. ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റിന്റെ താഴെ എപ്പോഴും ഉണ്ടാകാം വിഷ് യു എ ഹാപ്പി ജേർണി. നിങ്ങൾക്കൊരു സന്തോഷകരമായ യാത്ര ഞങ്ങൾ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ യാത്ര നാളെ അവസാനിക്കുമ്പോൾ അള്ളാഹു ഈ യാത്ര ഏറ്റവും നല്ല ശുഭകരമായ ഒരു അന്ത്യം കുറിക്കുന്ന യാത്രയെ അള്ളാഹു സ്വീകരിക്കട്ടെ. വലതുഭാഗത്തെ ബോട്ട് നോക്കിയപ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് എഴുതിയിരിക്കുന്നു ഇതിലെ പോയാൽ വളരെ ദുർഘടമായ പാത, കുണ്ടുകളും കുഴികളും നിറഞ്ഞ പാത. അതിലെ സഞ്ചരിച്ചാൽ ശരീരവും മനസ്സും വല്ലാതെ ഉലഞ്ഞ് വളരെ കഷ്ടപ്പെട്ടിട്ടല്ലാതെ ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. അതിലെ പോയാൽ ഏറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതിലെയുള്ള പാത വളരെ സുഗമമല്ല, പരുപരുത്ത കല്ലുകളും മുള്ളുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പാത. പക്ഷെ അതിലെ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. മനസ്സും ശരീരവും എന്താഗ്രഹിച്ചാലും അതിനെയെല്ലാം അടിച്ചമർത്തി ഇഷ്ടങ്ങളോടെല്ലാം പൊരുതിയിട്ടല്ലാതെ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. മനസ്സും ശരീരവും നല്ല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാൽ മാത്രമേ ആ റോഡിലൂടെ പോകാൻ കഴിയൂ. പക്ഷെ അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇഷ്ടമുള്ളതൊക്കെ തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാതെ മനസ്സ് ശരീരമൊക്കെ കഷ്ടപ്പെട്ട് ഈ വലതുഭാഗത്തുള്ള പാതയിലൂടെ യാത്ര ചെയ്താൽ പക്ഷേ ഈ ദുർഘടമായ പാത ചെന്നെത്തുന്ന സ്ഥലം ഒരൊറ്റ ദർശനം കൊണ്ട് തന്നെ
ഇതിന്റെ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഒരൊറ്റ പ്രാവശ്യം കണ്ടാൽ ആ ഒരൊറ്റ ദർശനം കൊണ്ട് അസ്വസ്ഥ ബാധിതമായ മനസ്സിന്റെ എല്ലാ ചിന്തകളും വിട്ടൊഴിഞ്ഞ് ഇതേവരെ കടന്നു വന്ന് അനുഭവിച്ച എല്ലാ കട്ടപ്പാടുകളും ഒരൊറ്റ നോട്ടം കൊണ്ട് മറന്നു പോകുന്ന നയനാനന്ദകരമായ രമ്യഹർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മന്ദമാരുതന്റെ തലോടറിയിട്ട് തത്തിക്കളിക്കുന്ന പൂവുകളും ഉദ്യാനങ്ങളും അതിന്റെ താഴ്ഭാഗത്തുകൂടി സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലിസ് പോലെ തടം തല്ലി തൊടുകുന്ന കൊച്ചരുവികളും ആ കൊച്ചരുവികളുടെ പ്രാന്തപ്രദേശങ്ങളിലായി കായ്ച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളും റുമ്മാൻ പഴങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സുന്ദരമായ പൂവാടിയിലേക്ക്, ഒരു പുഷ്പോദ്യാനത്തിലേക്കാണ് കടന്നു ചെല്ലുക. അവിടെ എത്തുമ്പോഴേ ഇതേവരെ കട്ടപ്പാടുകൾ സഹിച്ചതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നു പോകും. അത്രയും സുന്ദരമായ ഒരു ഉദ്യാനത്തിലാണ് നിങ്ങൾ ചെന്നെത്തുക. 2 ബോർഡ് നമ്മൾ വായിച്ചു. ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്. നമ്മളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്യാനായിരിക്കും തീരുമാനിക്കുക? ചോദ്യം സുലൈമാൻ സ്ട്രീറ്റിൽ ഇവിടെ എത്തിയ ആളുകളോടാണ്, നിങ്ങളോടാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടാണ് വിഷയം. ആദ്യം നരകം പറയണോ പിന്നെ സ്വർഗം പറയുമോ തീരുമാനിക്കും. എങ്ങോട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുക? സ്വർഗവും നരകമൊക്കെ വരട്ടെ, ഞാൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഏത് ഭാഗത്തോടെ പോകാനായിരിക്കും നമുക്ക് എളുപ്പം? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വലത്തോട്ട്. എല്ലാവരും കോൺഗ്രസ്. വളരെ ആലോചിച്ചിട്ട് വേണം പറയാൻ. വലത്തോട്ടാണെന്ന് പെട്ടെന്ന് പറയാം, പക്ഷെ അതിലെ സഞ്ചരിച്ചാൽ വളരെ ദുർഘടമായ പാത. ഇഷ്ടമുള്ളത് കുടിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയില്ല, ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങാൻ കഴിയില്ല. അതിലെ പോയാൽ ധാരാളം നിയമങ്ങളുണ്ട്, നിരോധനങ്ങളുണ്ട്, ഹലാലുകളുണ്ട്, ഹറാമുകളുണ്ട്, മുബാഹികളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഏറെ കട്ടപ്പാടുകൾ സഹിച്ചാലല്ലാതെ അതിലെ നടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ടേ പറയാവൂ. അങ്ങനെ തന്നെയാണല്ലോ സഹോദരിമാരും അങ്ങനെ തന്നെ. പക്ഷെ അതിലെ പോയാൽ പർദ്ദയിടണം, തലമറയ്ക്കണം, റഷ്യൻ സർക്കസ് കാണാൻ പറ്റൂല, കാർണിവലിന് പോകാൻ പറ്റൂല. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശരി, അള്ളാഹു നമ്മുടെ യാത്ര വലത്തേക്ക് തന്നെ ആക്കട്ടെ. സഹോദരങ്ങളെ, ഇടത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. വലതുഭാഗത്തോട്ടുള്ള ആരോ മാർക്കിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ഇതിലെ സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര അല്ലാഹു സ്വർഗത്തിൽ സമാപിപ്പിക്കട്ടെ. ആദ്യമായി വള്ളക്കടവിൽ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ നമ്മളൊരു യാത്രയിൽ പങ്കാളികളാവുകയാണ്. സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരാളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. അവൻ പിശുക്കനാണോ അതല്ല നല്ലവനാണോ എന്ന് മനസ്സിലാകുക യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈ വള്ളക്കടവിൽ ആദ്യമായി ഞാൻ കാലുകുത്തുമ്പോൾ നമുക്കൊരു യാത്രയിലേക്ക് പോകാം. ആ യാത്ര അവസാനിക്കുമ്പോൾ അള്ളാഹു ഒരു നല്ല യാത്രയായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആദ്യം നമുക്ക് ഇടത്തോട്ടൊന്ന് പോയി നോക്കാം. പോയിട്ട് അവിടെ കൊള്ളത്തില്ലെങ്കിൽ, അതല്ല നമുക്കത് കഴിയുന്നില്ലെങ്കിൽ പയ്യെ നമ്മുടെ വാഹനം തിരിച്ചുവിടാൻ നമുക്ക് വലത്തോട്ട് പോകാം. ഇന്ന് നമുക്ക് പയ്യെ ഒന്ന് ഇടത്തോട്ട് പോയി നോക്കാം. ഒന്ന് എത്തി നോക്കണമല്ലോ, എന്നാലല്ലേ അറിയാവൂ. നമ്മൾ സാധാരണ നല്ല സാഹസികരാണ്. ഒന്ന് പോയി നോക്കാം. അത് നമുക്ക് കഴിയില്ല എങ്കിൽ, അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ, അത് താങ്ങാൻ കഴിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലത്തോട്ട് തിരിച്ചു വരാം നാളെ. ഇന്ന് നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കണം. പോരെ ഞാൻ സാധാരണയായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാടൻ സംഭാഷണം പോലെ ഞാൻ എൻ്റെ വിഷയത്തിന് ആമുഖമായി പറഞ്ഞ ഈ വാക്ക് സാധാരണയായി ഒരാൾ പറയുന്ന ഒരു നാടൻ ഭാഷ പോലെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഇത്രയും നേരം നാം ഒരു ജീവിതത്തിന്റെ സാങ്കല്പികമായ യാത്രയുടെ കഥാകഥനങ്ങൾ പറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടുള്ള പാത പറഞ്ഞ ഈ നാടൻ ചിന്താശകലം യഥാർത്ഥത്തിൽ ഇതൊരു നാടൻ വാക്കുകളല്ല. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് ഏതെങ്കിലും ഒരു നാടൻ വാക്കുകളല്ല. ഇതാരാണെന്നറിയുമോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും മറുകൈയിൽ ചാട്ടവാറും ചുണ്ടിൽ ചൂളം വിളിയുമായി ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ ഇടയനില്ലാത്ത ആട്ടിൻപെട്ടത്തെ പോലെ അബദ്ധസഞ്ചാരം ചെയ്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ ഭൗതികമായ ജീവിതത്തിന്റെ പച്ചത്തിളപ്പിന് മുമ്പിൽ എന്തിനൊക്കെയോ ജീവിച്ചു പോയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ, ആ കാട്ടറബികളെ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ലക്ഷ്യബോധം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുത്ത 114 അധ്യായങ്ങൾ അടങ്ങുന്ന ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹം മുഴുവനും നരകത്തിന്റെ ഭാഗത്തേക്ക് ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുമ്പോ ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു സൽപാന്താവ് വെട്ടിത്തുറന്നു കൊടുക്കുന്നത് എന്നറിയാൻ ജബലിനൂർ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് താഴെയിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നു കൊണ്ട് പ്രവാചകൻ കഅബയെ നോക്കിയിരിക്കുമ്പോ അള്ളാന്റെ റസൂല് ധ്യാന നിമഗ്നനായിരിക്കുന്ന ഹിറാ ഗുഹയിലിരുന്നാൽ ഹിറാ ഗുഹയുടെ പ്രത്യേകത ഇപ്പോഴും ഹിറയിലിരുന്നിട്ട് മുമ്പോട്ട് നോക്കിയാൽ നേരെ കഅബയെ കാണാം. കഅബാലയത്തിന്റെ മത്താഫിന്റെ മുകളിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ എവിടേക്ക് പോകണമെന്നറിയാതെ ആട്ടിൻപറ്റത്തെ പോലെ നടന്നുപോയ തന്റെ ജനതയെ നോക്കി ദുഃഖനിമഗ്നനായിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് ഈ സമൂഹത്തെ മുഴുവനും സ്വർഗത്തിന്റെ രാജപാതയിലോട്ട് കടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6666 പരം വരുന്ന സൂക്തങ്ങളിൽ 114 അധ്യായങ്ങളിൽപ്പെട്ട ഒരേ ഒരു അധ്യായമായ സൂറത്ത് ദുഹർ. ആ സൂറത്ത് ദഹറിലെ 2 ആയത്തുകളുടെ അർത്ഥമാണ് ഇതേവരെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതും ഈ യാത്രയും ഈ ബോട്ടും ഈ ആരോ മാർക്കുമെന്നും എന്റെ വാക്കുകളല്ല, അതൊരു നാടൻ ഭാഷയല്ല, അതെന്റെ ഏതെങ്കിലും ഒരു സരസമായ ഭാവനയല്ല. ഇത്രയും നേരെ 20 മിനിറ്റോളം നിങ്ങളോട് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇതേപോലെ എവിടേക്ക് സഞ്ചരിക്കേണ്ടതെന്നറിയാതെ നരകത്തിന്റെ പാത തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തിനോട് സ്വർഗത്തിന്റെ രാജപാത വെട്ടിത്തെളിച്ചു കൊടുത്ത ഖുർആൻ പറഞ്ഞ